ഹേ ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ യൂട്യൂബൊക്കെ തുടങ്ങിയതിന് ശേഷം ലോങ് വീഡിയോ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല. ഈ ന്യൂ ഇയറിനാണ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത്. പിന്നെ സത്യം പറഞ്ഞാൽ സമയമില്ല, വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പം വീഡിയോസ് ചെയ്യാനുള്ള ഒരു സമയമില്ല. എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വീഡിയോസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പറഞ്ഞു തരുന്നത് ഇതെൻ്റെ പുതിയ വീഡിയോ ആണ്. ഇത് കഴിഞ്ഞ ഇയറിൽ ഉണ്ടായിരുന്നൊരു പ്രോഗ്രാമിൻ്റെ വീഡിയോ ആണ്. ഇതുപോലെ സ്റ്റോറേജ് ഫുള്ളായി കിടക്കുകയാണ്, വീഡിയോസ് ഇങ്ങനെ കൂടി ഒന്നും ചെയ്യാതെ. അപ്പോൾ പിന്നെ 2026 പുതിയ വർഷമായല്ലോ, വീഡിയോസൊക്കെ ഇടാലോ എന്നുള്ളൊരു പ്ലാനിലാണ്. അപ്പോൾ ഇത് ഞാനും എൻ്റെ ഫ്രണ്ടും അർച്ചനയും കൂടി ചെയ്ത കൊറിയോഗ്രാഫിയാണ്. നാട്ടിലൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, ഒരു കാർണിവൽ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തതാണിത്. അപ്പോൾ ഇതൊരു തെയ്യം റിലേറ്റഡ് തീമായിട്ടാണ് നമ്മളിത് കൊറിയോഗ്രാഫി ചെയ്തത്. അപ്പോൾ അവളും വീട്ടിലുണ്ടായിരുന്ന ഒരു സമയത്താണ് ഇത് ചെയ്തത്. വീട്ടിൽ നിന്ന് തന്നെയായിരുന്നു പ്രാക്ടീസും കാര്യങ്ങളും, രാത്രിയും രാവിലെയൊക്കെ. പിന്നെ കുട്ടികൾ നാട്ടിൽ തന്നെ ഉള്ളവരാണ്, എനിക്ക് മുന്നേ അറിയുന്ന കുട്ടികളാണ്. നമ്മളിങ്ങനെ ചെറിയ ചെറിയ പ്രോഗ്രാമൊക്കെ നാട്ടിൽ ചെയ്യാറുണ്ട്. പിന്നെ കുട്ടികൾ നന്നായിട്ട് ചെയ്യുന്നുണ്ട്, അവർക്കും ഭയങ്കര ഇഷ്ടമാണ് പ്രോഗ്രാം ചെയ്യാനും പഠിക്കാനും ഒക്കെ. രണ്ടുപേരും എൻ്റെ കസിൻസും കൂടിയാണ്. അങ്ങനെ ഡാൻസൊക്കെ പഠിച്ചു. ഫൈനൽ റിഹേഴ്സലാണിത്. നൈറ്റാണ് പ്രോഗ്രാം ഉണ്ടായിരുന്നത്. അപ്പോൾ പ്രോപ്പർട്ടി എല്ലാം കിട്ടി. പക്ഷേ ലാസ്റ്റ് ഞങ്ങളൊരു ഫയർ സെറ്റ് ചെയ്യാനുണ്ട്. ഫയറിൻ്റെ ഒരു ഷേപ്പിലുള്ളൊരു പ്രോപ്പർട്ടിയാണ്. അത് ഞങ്ങൾക്ക് എവിടെയും കിട്ടിയില്ല. ഞങ്ങൾ കുറേ ഷോപ്പിലൊക്കെ അന്വേഷിച്ചായിരുന്നു. ലാസ്റ്റ് ഞങ്ങൾ ഉണ്ടാക്കാൻ തന്നെ പ്ലാൻ ചെയ്തു. എന്താ പരിപാടി? ഡാൻസിന്റെ പ്രോപ്പർട്ടി ഉണ്ടാക്കുന്ന കാണിച്ചേ. ആരൊരാൾ ഉണ്ടാക്കിനല്ലോ, കാണിച്ചേ. താങ്ക് യു ഫോർ അരുവിക്കുട്ടി. അരുവ് എന്ത് ചെയ്ത്? ലാസ്റ്റ് നിമിഷമായതുകൊണ്ട് നമ്മളൊരു തട്ടിക്കൂട്ട് പ്രോപ്പർട്ടിയൊക്കെ ഉണ്ടാക്കി പെയിൻ്റൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ സ്റ്റേജിൽ അതെങ്ങനെ ഉണ്ടാവുമെന്നും ഐഡിയ ഇല്ല. പിന്നെ ഫുഡൊക്കെ കഴിച്ച് ബാക്കി പരിപാടി ചെയ്യാലോ എന്നുള്ള പ്ലാനിലാണ്. പ്രോപ്പർട്ടീൻ്റെ ഇടയ്ക്ക് വേറൊരു പ്രോപ്പർട്ടിയും കൂടി വേണമായിരുന്നു. തളിരോല വെച്ചിട്ടൊരു സീനുണ്ട് അതിൽ ചെയ്യാൻ. അപ്പോൾ അതൊക്കെ സംഘടിപ്പിച്ച് അതൊക്കെ വെട്ടി വൃത്തിയാക്കി ഹെൽപ്പ് ചെയ്യാൻ നമുക്ക് എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ പ്രോപ്പർട്ടീൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നേരെ ഡ്രസ്സ് ചെയ്യാലോ എന്നുള്ള പരിപാടിയാണ്. ഡ്രസ്സൊക്കെ ചെയ്യാൻ തുടങ്ങി. പിന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ പാരൻസും ഉണ്ടായിരുന്നു. പിന്നെ പിള്ളേർ ഭയങ്കര ത്രില്ലിലാണ്. ഡ്രസ്സൊക്കെ ചെയ്ത് കഴിഞ്ഞ് പിന്നത്തെ ഒരു ടാസ്ക് എന്ന് പറയുന്നത് മേക്കപ്പ് തന്നെയാണ്. ഞങ്ങൾ ഈവനിങ് ആണ് കേട്ടോ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ രാത്രി ഒരു 8 മണിക്ക് അങ്ങനെയാണ് പ്രോഗ്രാം വരുന്നത്. സത്യം പറഞ്ഞാൽ എനിക്കും അർച്ചനക്കും ഒരു പാട് തന്നെയായിരുന്നു മേക്കപ്പ്. കാരണം ഡാൻസിൻ്റെ മേക്കപ്പൊക്കെ ഞങ്ങൾ ചെയ്യാറുണ്ട്. ഞങ്ങളെ മേക്കപ്പ് തന്നെ, പ്രോഗ്രാമിൻ്റെ മേക്കപ്പ് തന്നെ ഞങ്ങൾ തന്നെയാണ് ചെയ്യാറ്. എന്നാലും തെയ്യത്തിൻ്റെ തീമിലുള്ള മേക്കപ്പൊക്കെ ഇതുവരെ ചെയ്തിട്ടില്ല. ജസ്റ്റ് ഡ്രോയിങ് ഒക്കെ ചുമ്മാ ഇങ്ങനെ ചെയ്യുന്നല്ലാതെ ഇതുവരെ ഫേസ് മേക്കപ്പ് തെയ്യത്തിൻ്റെ ചെയ്തിട്ടില്ല. ഞാനാണെങ്കിൽ അവളാണെങ്കിൽ ചെയ്തിട്ടില്ല. പിന്നെ പിൻട്രസ്റ്റ് നോക്കി ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മളതുപോലെ ചെയ്യാൻ തുടങ്ങി. പിന്നെ പിൻട്രസ്റ്റുള്ള ഒന്നുമല്ല വന്നത്, ഞങ്ങളുടെ തന്നെ ഒരു ഐഡിയ ആയിരുന്നു. അർച്ചനയാണ് കേട്ടോ മൊത്തം ഐഡിയ പ്ലാൻ ചെയ്ത് ഇങ്ങനെ ചെയ്യാമെന്നൊക്കെ ഉള്ളത്. പിന്നെ ഞാൻ അതുപോലെ പെയിൻ്റൊക്കെ ചെയ്തു. മേക്കപ്പൊക്കെ തുടങ്ങി സമയം പോയതേ അറിയുന്നില്ല. രാത്രി 7 മണിയൊക്കെ ആയി. 8 മണിയപ്പോൾ അവിടെ എത്താൻ വേണ്ടി പറഞ്ഞതാണ്. ഞങ്ങൾ ഇതിലുള്ള കലാപരിപാടി തുടങ്ങിയിട്ട് സമയം ഇങ്ങനെ പോവാണ്. പക്ഷേ എല്ലാം ഒരുവിധം ശരിയായി. പക്ഷേ ലാസ്റ്റ് ഞങ്ങളുടെ ഫൈനൽ റിസൾട്ട് എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. ഫേസ് മേക്കപ്പ് അടിപൊളിയായിരുന്നു, ഞങ്ങൾക്ക് തന്നെ തോന്നി ചെയ്ത് കഴിഞ്ഞപ്പോൾ. അപ്പോൾ നിച്ചിനൊരു ഭരതനാട്യമുണ്ട്, അതിന് ചെറിയ രീതിക്ക് ഞാൻ ആ മേക്കപ്പ് ചെയ്ത് കൊടുത്തത്. പിന്നെ ബാക്കി എല്ലാവരുടെയും സെറ്റായി. നമ്മൾ പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് പിള്ളേരൊക്കെ എൻ്റെ ഫോണൊക്കെ വാങ്ങിച്ചു കൊണ്ടുപോയിട്ട് എന്തൊക്കെയോ പരിപാടിയാണ് അവിടെ. പിന്നെ എല്ലാവരെയും സെറ്റാക്കി മേക്കപ്പൊക്കെ കഴിഞ്ഞ് നേരെ പ്രോഗ്രാമിൻ്റെ സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അവിടുത്തെ ഉള്ള വീഡിയോസാണ് കേട്ടോ ഇതൊക്കെ. അങ്ങനെ പ്രോഗ്രാം സ്റ്റാർട്ടായി. അവർ നന്നായിട്ട് പെർഫോം ചെയ്തു.
എനിക്കും അർച്ചനക്കാണെങ്കിലും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അവരെ മാക്സിമം അവർക്ക് പറ്റുന്നത് പോലെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല എനർജി ഉണ്ടായിരുന്നു എല്ലാവർക്കും. പിന്നെ ഞങ്ങളുടെ ഈ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞത് സ്റ്റേജിൽ അതിൻ്റെ ഫ്രണ്ട് ഭാഗം കാണാൻ നന്നായിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫയറിൻ്റെ എഫക്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ബാക്കിൽ കാർഡ്ബോർഡ് കൊണ്ട് ഒന്നും ചെയ്യാത്തതുകൊണ്ട് ചെറുതായിട്ടൊരു സ്റ്റേജിൽ നിന്ന് കാണാനൊരു വൈറ്റ് A4 ഷീറ്റ് കാണുന്നുണ്ടായിരുന്നു. അത് മാത്രമായിട്ട് ഞങ്ങൾക്ക് നെഗറ്റീവായിട്ട് തോന്നിയത്. കാരണം അതിനുള്ളൊരു സമയം ഉണ്ടായിരുന്നു നമുക്കതൊന്നും ചെയ്യാനില്ല. പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എല്ലാവരും നല്ലൊരു അഭിപ്രായമാണ് നാട്ടിൽ നിന്നാണെങ്കിലും പിന്നെ പേഴ്സണലി എല്ലാവരും വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്കും പ്രൗഡായിരുന്നു അത് കണ്ടപ്പോൾ. അതാണ് നോക്കുന്ന അങ്ങനെ ലാസ്റ്റ് ആഹ്ലാദക പ്രകടനമൊക്കെ കഴിഞ്ഞു. ഈ പെർഫോമൻസ് വരെ എൻ്റെ അർച്ചനേൻ്റാണ്. കാരണം അപ്പം സെറ്റ് ചെയ്തതാണ്. അന്ന് രാവിലെയാണ് കൊറിയോഗ്രാഫി ചെയ്ത്. ഞങ്ങൾ ഡാൻസ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പെട്ടെന്നൊരു ഡാൻസൊക്കെ സെറ്റ് ചെയ്ത് പിന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് പിന്നെ വലിയ കോൺഫിഡൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല ചെയ്യുമ്പോൾ. പിന്നെ അങ്ങനെ അങ്ങ് ചെയ്തു.